ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെട്രിക്സിൻ്റെ ട്രാൻസ്പോസിനെ കുറിച്ചിട്ടാണ്. ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. മെട്രിക്സ് ഒബ്റ്റെയിൻഡ് ബൈ ഇൻ്റർചേഞ്ചിങ് റോസ് ആൻഡ് കോളംസ്. അപ്പോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ റോയും കോളവും ഇൻ്റർചേഞ്ച് ചെയ്യുന്നതിനെയാണ് ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ട്രാൻസ്പോസ് നമുക്ക് ഡിനോട്ട് ചെയ്യുന്നത് എ റേസ് ടു ടി ഓർ എ ഡാഷ്. അപ്പോൾ ട്രാൻസ്പോസ് ഡിനോട്ട് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? എ റേസ് ടു ടി ഓർ എ ഡാഷ്. അപ്പോൾ മെട്രിക്സ് ഒബ്റ്റെയിൻഡ് ബൈ ഇൻ്റർചേഞ്ചിങ് റോസ് ആൻഡ് കോളംസ് ആണ് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. ഓക്കെ, ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ എ ഇസ് ഈക്വൽ ടു 3, 5, √3, 1, 0, -1/5. അപ്പോൾ ഈ മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 3/2 ആണ്. 3/2. ഇതിൽ 3 റോസ് ഉണ്ട്, 2 കോളംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോഴോ, ട്രാൻസ്പോസ് എ റേസ് ടു ടി അല്ലെങ്കിൽ നമുക്ക് എ ഡാഷ് എന്ന് എഴുതാം. അപ്പോൾ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ റോയും കോളവും ഇൻ്റർചേഞ്ച് ചെയ്യുക. അതായത് 3, 5 ഫസ്റ്റ് റോ become ഫസ്റ്റ് കോളം 3, 5. സെക്കൻഡ് റോ become സെക്കൻഡ് കോളം, അപ്പോൾ √3, 1. തേർഡ് റോ become തേർഡ് കോളം, അപ്പോൾ 0, -1/5. ഇനിയിപ്പോൾ ഇതിൻ്റെ ഓർഡർ നോക്കൂ. ഇതിൻ്റെ ഓർഡർ എന്താ? 2/3 ആയി. 2 റോയും 3 കോളവും ആയി. കണ്ടോ? അപ്പം നേരത്തെ ഓർഡർ 3/2 ആയിരുന്നു. നേരത്തെ നമുക്ക് കിട്ടിയത് ഫസ്റ്റ് എയുടെ ഓർഡർ എന്ന് പറയുന്നത് 3/2 ആയിരുന്നു. നമ്മൾ അതിൻ്റെ ട്രാൻസ്പോസ് എടുത്തപ്പോഴോ ജസ്റ്റ് ഉൾട്ട വന്നു, 2/3. ഓക്കെ, 3/2 ഉള്ളത് 2/3 ആയി. അപ്പോൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് മെട്രിക്സ് ഒബ്റ്റെയിൻഡ് ബൈ ഇൻ്റർചേഞ്ചിങ് റോസ് ആൻഡ് കോളമാണ്. അത് ഡിനോട്ട് ചെയ്യുന്നത് എ റേസ് ടു ടി ഓർ എ ഡാഷ് വെച്ചിട്ടാണ്. അതിൻ്റെ എക്സാമ്പിളാണ് അപ്പോൾ കാണിച്ചത്. എക്സാമ്പിളിൽ നോക്കിയാൽ അറിയാം, ഫസ്റ്റ് റോ 3, 5 ആയിരുന്നു. അത് നമ്മൾ ട്രാൻസ്പോസ് എടുത്തപ്പോൾ ആ റോ എന്തായി? കോളമായി. അപ്പോൾ 3, 5. √3, 1 എന്നുള്ളത് √3, 1 എന്നുള്ള കോളമായി. ദെൻ 0, -1/5 എന്നുള്ള തേർഡ് റോ തേർഡ് കോളമായി. അതിൻ്റെ ഓർഡറും ഉൾട്ടയായി. ഫസ്റ്റത്തെ ഓർഡർ 3/2 ആയിരുന്നു. അത് നമ്മൾ ട്രാൻസ്പോസ് എടുത്തപ്പോൾ 2/3 ആയി. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യുന്നത് പ്രോപ്പർട്ടീസ് ആണ്. ട്രാൻസ്പോസിൻ്റെ പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസ്പോസ് ഓഫ് ദ മെട്രിക്സ്. പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസ്പോസ് ഓഫ് ദ മെട്രിക്സ്. ഓഫ് ദ മെട്രിക്സ്. ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത്, ഫസ്റ്റ് പ്രോപ്പർട്ടി എ ഡാഷ് ഹോൾ ഡാഷ് എന്ന് പറഞ്ഞാൽ എ ആണ്. അതായത് എ ട്രാൻസ്പോസിനെ വീണ്ടും ട്രാൻസ്പോസ് എടുത്താൽ, എ ട്രാൻസ്പോസിനെ വീണ്ടും ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെന്നെ കിട്ടും? എ എന്ന് കിട്ടും. രണ്ടാമത്തെ പ്രോപ്പർട്ടി കെ എ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്, കെ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. കെനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. സോ എ ഡാഷ്, k into a dash. K means what? K is any constant. K is any constant. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി a plus b whole transpose is equal to a transpose പ്ലസ് ബി ട്രാൻസ്പോസ്. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ട്രാൻസ്പോസ് കൊടുത്തിട്ട് എഴുതാം. എ പ്ലസ് ബി ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് ആണ്. ഇനി നാലാമത്തത് ഇമ്പോർട്ടൻ്റ് ആയ പ്രോപ്പർട്ടിയാണ് ഫോർത്ത് പ്രോപ്പർട്ടി എ ബി ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ്. കണ്ടോ, റിവേഴ്സ് ഓർഡറിലാണ് വന്നിട്ടുള്ളത്. എ ബി ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ്. ഓക്കെ, സോ ഇത്രയാണ് പ്രോപ്പർട്ടി ഉള്ളത്. 4 പ്രോപ്പർട്ടീസാണുള്ളത് ട്രാൻസ്പോസിന്. ഫസ്റ്റ് പ്രോപ്പർട്ടി എ ട്രാൻസ്പോസ് ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എ ആണ്. കെ എ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് കെ ഇൻറ്റു എ ട്രാൻസ്പോസ് ആണ്. മൂന്നാമത്തെ പ്രോപ്പർട്ടി എ പ്ലസ് ബി ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് ആണ്. പിന്നെ ഫോർത്ത് പ്രോപ്പർട്ടി എ ബി ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് ആണ്. ഓക്കെ,
അപ്പം ഇനി നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യുന്നത് സിമെട്രിക് മെട്രിക്സ് ആണ്. സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത് എ സ്ക്വയർ മെട്രിക്സ് എ ഈസ് സെഡ് ടു ബി സിമെട്രിക് ഇഫ് എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ. എ ട്രാൻസ്പോസും എയും ഈക്വൽ ആയിക്കഴിഞ്ഞാൽ, ആ പോയിന്റ് നോട്ട് ചെയ്യണം, എ ട്രാൻസ്പോസും എയും ഈക്വൽ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം എന്ത്, അത് സിമെട്രിക് മെട്രിക്സ് ആണെന്ന്. അപ്പോൾ ഇത് ഓർത്ത് വെച്ചാൽ മതി. എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ ആണെങ്കിൽ നമുക്ക് ഇത് സിമെട്രിക് മെട്രിക്സ് ആണെന്ന് പറയാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ ഇസ് ഈക്വൽ ടു √3 2 3 2 -1.5 -1 3 -1 1. ഇപ്പോൾ ഇതിൻ്റെ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ നോക്കൂ, എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റോയും കോളവും നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യാണ്. ഫസ്റ്റ് റോ എന്തായിരിക്കും, ഫസ്റ്റ് കോളമായി മാറും. അപ്പോൾ √3 2 3. സെക്കൻഡ് റോ എന്നുള്ളത് സെക്കൻഡ് കോളം ആവും. അപ്പോൾ 2 -1.5 -1. തേർഡ് റോ തേർഡ് കോളം ആവും. അപ്പോൾ 3 -1 1. കണ്ടോ, എയും എ ട്രാൻസ്പോസും ഇവിടെ ഈക്വൽ അല്ലേ. എയും എ ഇസ് ഈക്വൽ ടു എ ട്രാൻസ്പോസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ മെട്രിക്സിനെ എന്ത് മെട്രിക്സ് ആണെന്ന് പറയാം, സിമെട്രിക് മെട്രിക്സ് ആണെന്ന് പറയാം. അപ്പം ഞാനിതിൻ്റെ ഡെഫിനിഷൻ ഒന്നും കൂടി പറയാം. എ സ്ക്വയർ മെട്രിക്സ് എ ഈസ് സെഡ് ടു ബി സിമെട്രിക് ഇഫ് എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ. എ ട്രാൻസ്പോസും എയും ഈക്വൽ ആയിക്കഴിഞ്ഞാൽ ആ മെട്രിക്സിനെ നമുക്ക് സിമെട്രിക് മെട്രിക്സ് എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്തത് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. അടുത്തത് ഡിസ്കസ് ചെയ്യുന്നത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. അപ്പോൾ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, എ സ്ക്വയർ മെട്രിക്സ് ഈസ് സെഡ് ടു ബി സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ഇഫ് എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു -a. എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് -a ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാം ആ മെട്രിക്സ് എന്ന് പറയുന്നത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെന്ന്. എന്താണ്, എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു -a ആണെങ്കിൽ നമുക്കതിനെ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയാം. അപ്പോൾ ആ കണ്ടീഷൻ ഒന്ന് നോട്ട് ചെയ്തോളൂ. ആദ്യം നമ്മൾ പറഞ്ഞത് സിമെട്രിക് മെട്രിക്സ് ആണ്. സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞപ്പോൾ എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ പറയുന്നത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെ കണ്ടീഷൻ എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു -a ആണ്. ഓക്കെ, എ ട്രാൻസ്പോസും -a ഈക്വൽ എങ്കിൽ നമുക്കതിനെ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബി എന്ന് പറഞ്ഞൊരു മെട്രിക്സ്, അതിന് 0 E F -C 0 G -F -G 0 എന്ന് എഴുതാം. ഇതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് നോക്കൂ, ബി ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് റോ ഫസ്റ്റ് കോളമായി. അപ്പോൾ 0 E F, പിന്നെ സെക്കൻഡ് റോ സെക്കൻഡ് കോളമായി -C 0 G, തേർഡ് റോ തേർഡ് കോളമായി -F -G 0. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമ്മളൊരു നെഗറ്റീവ് പുറത്തേക്ക് എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഇതിൽ നിന്ന് നമ്മളൊരു നെഗറ്റീവ് പുറത്തേക്ക് എടുത്താൽ, ഓക്കെ, ഇതിൽ നിന്നൊരു നെഗറ്റീവ് പുറത്തേക്ക് എടുത്താൽ എന്തായി, -0 E F, ഇനി ഈ നെഗറ്റീവ് പുറത്തേക്ക് എടുത്താൽ -C 0 -G -C 0, നമ്മൾ ഇതിൽ നിന്ന് നെഗറ്റീവ് എടുക്കുകയാണ്. അപ്പോൾ 0 G, ഇനി -F -G 0. അപ്പോൾ ഇതെന്ന് പറയുന്നതല്ലേ നമ്മളുടെ ബി എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ബി ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു -b എന്നാണ് കിട്ടിയിരിക്കുന്നത്. ബി ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു -b എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് പറയാം ഈ തന്നിരിക്കുന്ന മെട്രിക്സ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെന്ന് പറയാം. നമുക്കിവിടെ കിട്ടിയത് ബി ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു -b ആണ്. അപ്പോൾ തന്നിരിക്കുന്ന മെട്രിക്സ് എന്താണെന്ന് പറയാം, സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെന്ന് പറയാം.
അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് സിമെട്രിക് മെട്രിക്സും സ്ക്യൂ സിമെട്രിക് മെട്രിക്സും ആണ്. സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ ആണ്. ഇനി സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാലോ എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു മൈനസ് എ ആണ്. അപ്പോൾ ഇത് രണ്ടും നോട്ട് ചെയ്യണം. എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ ആണെങ്കിൽ സിമെട്രിക്കും എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു മൈനസ് എ ആണെങ്കിൽ സ്ക്യൂ സിമെട്രിക്കും ആണ്. ഇനി ഇത് വെച്ചിട്ട് നമ്മളൊരു തിയറം പ്രൂവ് ചെയ്യാൻ പോവുകയാണ് അടുത്തത്. ഫോർ എനി സ്ക്വയർ മെട്രിക്സ് എ വിത്ത് റിയൽ നമ്പർ എൻട്രീസ് എ പ്ലസ് എ ട്രാൻസ്പോസ് സിമെട്രിക് ആൻഡ് എ മൈനസ് എ ട്രാൻസ്പോസ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. അപ്പോൾ ഏതൊരു സ്ക്വയർ മെട്രിക്സ് എയുടെയും റിയൽ നമ്പർ എലമെൻറ്റ്സ് ആയിട്ടുള്ള ഏതൊരു സ്ക്വയർ മെട്രിക്സ് എനെയും എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് സിമെട്രിക്കും എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സുമാണെന്നാണ് നമ്മളിതിൽ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യം എ പ്ലസ് എ ട്രാൻസ്പോസ് സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ബി ഇസ് ഈക്വൽ ടു ലെറ്റ് ബി ഇസ് ഈക്വൽ ടു എ പ്ലസ് എ ട്രാൻസ്പോസ് എന്നെടുത്തു. അപ്പം നമ്മളിവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത് എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് സിമെട്രിക് ആണെന്നാണ്. അപ്പോൾ നമ്മൾ എ പ്ലസ് എ ട്രാൻസ്പോസിനെ ഇപ്പോൾ ബി ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള കണ്ടീഷൻ എന്താ? നമ്മൾ എന്താ പ്രൂവ് ചെയ്യേണ്ടത്? സിമെട്രിക് ആണെന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് പ്രൂവ് ചെയ്യുക? സിമെട്രിക് ആവണമെങ്കിൽ ബി എന്ന് പറയുന്നത് ബി ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ബി ആവണം അല്ലേ? ബി ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ബി ആണെങ്കിൽ മാത്രമേ നമുക്കിത് സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ബി ട്രാൻസ്പോസ് ആദ്യം എടുക്കാം. ബി ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ പ്ലസ് എ ട്രാൻസ്പോസ് ഹോൾ ട്രാൻസ്പോസ്. അപ്പോൾ നമുക്കിവിടെ ട്രാൻസ്പോസിൻ്റെ പ്രോപ്പർട്ടി ഉപയോഗിക്കാം. ഇതിനെ നമുക്ക് എ ട്രാൻസ്പോസ് പ്ലസ് എ ട്രാൻസ്പോസ് ഹോൾ ട്രാൻസ്പോസ് എന്ന് എഴുതാം. സോ ദിസ് ഇസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് എ ട്രാൻസ്പോസ് ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താ? എ ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു എ പ്ലസ് എ ട്രാൻസ്പോസ്. എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് നമ്മൾ ബി തന്നെയാണ്. അപ്പം നമുക്കിവിടെ ബി ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ബി എന്ന് കിട്ടി. ബി ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ബി ഇംപ്ലൈസ് ബി എന്ന് പറയുന്നത് എന്താ? എ പ്ലസ് എ ട്രാൻസ്പോസ് ആണ്. എ പ്ലസ് എ ട്രാൻസ്പോസ് ഇസ് എ സിമെട്രിക് മെട്രിക്സ്. എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഒരു സിമെട്രിക് മെട്രിക്സ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. എ പ്ലസ് എ ട്രാൻസ്പോസ് ഇസ് എ സിമെട്രിക് മെട്രിക്സ്. അപ്പോൾ ഒന്നും കൂടി നോക്കൂ, നമ്മൾ ബി ഇസ് ഈക്വൽ ടു എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് എടുത്തത്. ഇനി നമ്മൾ അതിൻ്റെ ട്രാൻസ്പോസ് എടുത്തു. കാരണം സിമെട്രിക് മെട്രിക്സ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് എന്താ? ബി ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ബി ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബി ട്രാൻസ്പോസ് എടുത്തു. ബി ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എ പ്ലസ് എ ട്രാൻസ്പോസ് ഹോൾ ട്രാൻസ്പോസ്. സോ ദിസ് ഇസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് എ ട്രാൻസ്പോസ് ഹോൾ ട്രാൻസ്പോസ്. സോ ദിസ് ഇസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് എ. ദാറ്റ് ഈസ് ഈക്വൽ ടു എ പ്ലസ് എ ട്രാൻസ്പോസ്. എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ബി തന്നെയാണ്. അപ്പോൾ ബി ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ബി എന്ന് നമുക്ക് കിട്ടി. ഇതെന്ന് പറഞ്ഞാൽ എ പ്ലസ് എ ട്രാൻസ്പോസ് ഇസ് എ സിമെട്രിക് മെട്രിക്സ്. ഫസ്റ്റ് പാർട്ട് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി രണ്ടാമത് നമ്മൾ എന്താ പ്രൂവ് ചെയ്യേണ്ടത്? എ മൈനസ് എ ട്രാൻസ്പോസ് ഇസ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. കണ്ടോ, എ മൈനസ് എ ട്രാൻസ്പോസ് ഇസ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്നാണ് നമുക്കിനി പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ സ്ക്യൂ സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള കണ്ടീഷൻ എന്താണ്? സ്ക്യൂ സിമെട്രിക് ആവണമെങ്കിൽ സി ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു മൈനസ് സി ആവണം അല്ലേ? സി ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു മൈനസ് സി ആണെങ്കിൽ ഏതൊരു മെട്രിക്സിൻ്റെയും ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് ദാറ്റ് മെട്രിക്സ് ആണെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് സ്ക്യൂ സിമെട്രിക് ആണെന്ന്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് സി ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു മൈനസ് സി ആണെന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കേസ് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സി ഇസ് ഈക്വൽ ടു എ മൈനസ് എ ട്രാൻസ്പോസ് എന്നെടുത്തു. സോ സി ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ മൈനസ് എ ട്രാൻസ്പോസ് ഹോൾ ട്രാൻസ്പോസ്. So this is equal to A transpose minus
എ ട്രാൻസ്പോസ് ഹോൾ ട്രാൻസ്പോസ്. നമ്മളിവിടെ ട്രാൻസ്പോസിൻ്റെ പ്രോപ്പർട്ടിയാണ് ഉപയോഗിച്ചത്. സോ ദിസ് ഇസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് മൈനസ് എ ട്രാൻസ്പോസ് ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എ ആണ്. സോ ദിസ് ഈക്വൽസ് നെഗറ്റീവ് ഓഫ് എ മൈനസ് എ ട്രാൻസ്പോസ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ സി ആണ്. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ സി ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു മൈനസ് സി എന്ന് കിട്ടി. സി ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു മൈനസ് സി എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെന്നാണ് അർത്ഥം. സോ ദിസ് ഇംപ്ലൈസ് എ മൈനസ് എ ട്രാൻസ്പോസ് ഇസ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കേസ് നമ്മൾ സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്തു. രണ്ടാമത് നമ്മൾ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെന്നും പ്രൂവ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത തിയറത്തിലോട്ട് കടക്കാം. എനി സ്ക്വയർ മെട്രിക്സ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദ സം ഓഫ് എ സിമെട്രിക് മെട്രിക്സ് ആൻഡ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ഏതൊരു സ്ക്വയർ മെട്രിക്സിനെയും നമുക്ക് സിമെട്രിക് മെട്രിക്സിൻ്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെയും സം ആയിട്ട് എഴുതാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ പ്രൂവ് ചെയ്ത അത് വെച്ചിട്ട് തന്നെയാണ് ഇതും പ്രൂവ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു എ എന്ന് പറഞ്ഞ ഒരു മെട്രിക്സിന് എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഒരു സിമെട്രിക് മെട്രിക്സും എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സും ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പോൾ അത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇതും ചെയ്യുന്നത്. ലെറ്റ് എ ബി എ സ്ക്വയർ മെട്രിക്സ്, ദെൻ വി ക്യാൻ റൈറ്റ് എ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് പ്ലസ് ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ്. ഇപ്പോൾ ഇത് കണ്ടോ, സം ഓഫ് സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക്കിൻ്റെയും സം ആയിട്ടാണ് നമ്മൾ എനെ എഴുതിയിരിക്കുന്നത്. എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്താ? നമ്മൾ പ്രൂവ് ചെയ്തു അത് സിമെട്രിക് മെട്രിക്സ് ആണെന്ന്. സിമെട്രിക് മെട്രിക്സ്. എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നതോ അത് സ്ക്യൂ സിമെട്രിക് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. സ്ക്യൂ സിമെട്രിക്. അപ്പോൾ ഏതൊരു മെട്രിക്സിനെയും നമുക്ക് സിമെട്രിക് മെട്രിക്സിൻ്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെയും സമ്മായിട്ട് എഴുതാൻ പറ്റും. ഇത് ബേസ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അടുത്ത എക്സസൈസിലുണ്ട്, ബോർഡ് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഇത് ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇതെന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കണം. ഏതൊരു മെട്രിക്സിനെയും സിമെട്രിക് മെട്രിക്സിൻ്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെയും സമ്മായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് സിമെട്രിക് ആണെന്ന് നമ്മൾ ഇതിൻ്റെ മുന്നത്തെ തിയറത്തിൽ പ്രൂവ് ചെയ്തതാണ്. അതുപോലെ തന്നെ എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് സ്ക്യൂ സിമെട്രിക് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. സോ എ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് പ്ലസ് ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.